മണിപ്പൂരിലെ കാര്യം ഇങ്ങനെ എല്ലാ ജനസഭകളിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പൂഞ്ഞാറിലെ ഒരു പള്ളിയിൽ ഒരു വൈദികനെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആ കേസിലെ പ്രതികളുടെ ഒന്നും പേര് പുറത്തു പറയരുത് എന്ന് കൃത്യമായി ആഭ്യന്തര മന്ത്രാലയം, ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം കൊടുത്തു. എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് വിലപിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് പൂഞ്ഞാറിലെ ആ പള്ളിയിലെ അച്ഛന്റെ വികാരിയുടെ ആ വേദന അതിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ശ്രീ അനിൽ നമ്പ്യാർ, ഏതെങ്കിലും ഒരു ആഭ്യന്തര വകുപ്പ് പ്രതിയുടെ പേര് പറയണ്ടെന്ന് പറഞ്ഞാൽ പറയാത്തതാണോ? ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിനകത്ത് BJP അധികാരത്തിൽ വന്നതോടുകൂടി രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നൽകി വർഗീയമായ കലാപം അവിടെ ഉണ്ടാക്കി ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ചില്ലാതാക്കുന്നു. അത് BJPയുടെ രാഷ്ട്രീയ നിലപാടാണ്. ഇപ്പോ നമ്മുടെ രാജ്യത്തിനകത്ത് പൗരത്വ ഭേദഗതി നിയമം ഉണ്ടായി. ആ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭരണഘടനയുടെ മതനിരപേക്ഷത തല്ലിക്കെടുത്തി ഒരു മതം നിങ്ങൾ അപേക്ഷയിൽ എഴുതിയാൽ റിജക്ട് ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ആ നിലപാട് ഇന്ത്യയിൽ BJP ഉണ്ടാക്കുമ്പോ കോൺഗ്രസിന്റെ നിലപാടെന്താ? CAA കാര്യത്തിൽ എന്താണ് നിലപാടെന്ന് ചോദിച്ചപ്പോ ഖാർഗെ പറഞ്ഞത് പറയാം, പുലർന്നിട്ട് പറയാം. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവായ ഉണ്ണിത്താൻ പറഞ്ഞത് ഞങ്ങൾ അതിനൊപ്പമാണ്, CAA-ക്കൊപ്പമാണോ നിങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. ഈ രാജ്യത്തിനകത്ത് വർഗീയതയ്ക്കെതിരായി ആ വർഗീയത വിസമ്മതിപ്പിക്കുന്ന RSS-നും BJP-ക്കും എതിരായിട്ടാണ് ഞങ്ങളുടെ നിലപാട്. ഒരു മണിക്കൂർ മൈക്ക് മാത്രം മൂപ്പർക്ക് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ മൈക്ക് കൊടുക്കും. എല്ലാവരും ഇരിക്കും കേട്ടോണ്ട് പറഞ്ഞോണ്ടേ. അതായത് 72,000 കോടി രൂപയുടെ കാർഷിക കടം എഴുതി തള്ളിയത് കോൺഗ്രസ്. ഇവിടെ കേന്ദ്രത്തില് കോൺഗ്രസ് ഭരിക്കുമ്പോ, UPA സർക്കാർ ഭരിക്കുമ്പോ നരേന്ദ്രമോദി എഴുതി തള്ളിയത് നീരവ് മോദിയുടെ പണവ. ഇവിടെ കോടിക്കണക്കിന് രൂപ അംബാനിക്കും അദാനിക്കും ഉണ്ടാക്കാൻ കൊടുത്തതാ ഈ BJP. പിന്നെ ഇവിടെ പറഞ്ഞില്ല 14 മാസത്തെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പണം കൊടുക്കാത്തത് CPM. എന്നിട്ട് നിതിനേട്ടൻ അത് പറയണത് ആ ബോർഡ് കൊണ്ടുവന്നത് CPM ആണെന്നാ പറഞ്ഞത്. ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഘടകകക്ഷിയായിട്ടുള്ള NCPയുടെ ജില്ലാ പ്രസിഡന്റ് രാമസ്വാമി എന്ന് പറയുന്നവരോട് ചോദിക്കൂ, ആരാ കൊണ്ടുവന്നത്? AC ജോസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കൊണ്ടുവന്നതാ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ആ ബോർഡിലൂടെ പാവപ്പെട്ട ആളുകളെ 14 മാസത്തെ വിവാഹ ധനസഹായവും ചികിത്സാ ധനസഹായവും മറ്റുള്ള ഒരു ആനുകൂല്യം കൊടുക്കാത്തത് അവര് BJP പാവപ്പെട്ട ആളുകളെ 2 കോടി തൊഴിൽ കൊടുക്കാന്ന് പറഞ്ഞ് വഞ്ചിച്ച ആളുകളോട് വീണ്ടും വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാൻ വേണ്ടി മാത്രം വായി തുറക്കുന്ന സ്വഭാവം. എനിക്ക് കുറച്ച് സമയം ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് പ്ലീസ് പറയും. ഓക്കെ, നേരത്തെ അദാനിയെ കുറിച്ചൊക്കെ പറഞ്ഞു. രാജസ്ഥാനിലെ ഒരു 3-4 മാസം മുമ്പാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ കോൺഗ്രസ് ഭരണമായിരുന്നു. ആ കോൺഗ്രസ് ഭരണത്തിൽ 60,000 കോടി രൂപയുടെ പദ്ധതിയാണ് നിങ്ങൾ ഈ പറഞ്ഞ അദാനി അങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് അദാനി വന്ന പുണ്യവാളൻ. നിങ്ങൾ ഭരിക്കാതെ BJP ഭരിക്കുന്ന സ്ഥലത്തേക്ക് അദാനി വരുമ്പോൾ അദാനി ഏറ്റവും വലിയ ഭീകരൻ. ഇതെന്താ ഒരേ സമയത്ത് ഉപദേശിക്കുകയും ചെയ്യുക, ഊതും ചെയ്യണം. നിങ്ങൾ വരുമ്പോൾ പുണ്യവാളൻ അദാനി രാജസ്ഥാനിൽ വന്ന, BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് വന്നാൽ അദാനി പ്രശ്നക്കാരൻ. ഇതെന്താണിത്? ഇതെന്താ ഡബിൾ സ്റ്റാൻഡേർഡോ? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയും, ആ പേര് ഇവിടെ പറയാൻ പറ്റില്ല, എന്തോ പറയും, ഡബിൾ സിൻഡ്രോം എന്തോ പറയും. അത് ചർച്ചയിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞു, ഇവിടെ വലിയ രീതിയിൽ ഘോരം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. കോൺഗ്രസ് അങ്ങനെ ചെയ്തു, കോൺഗ്രസ് ഇങ്ങനെ ചെയ്തു. ഞങ്ങള് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തിയിട്ടുള്ള, എസ്പെഷ്യലി കേരളത്തിന് തന്നെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളുടെ ചില വിവരങ്ങൾ ഞാൻ നൽകാം. ഇവിടെ മോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം പാവപ്പെട്ട, വീടില്ലാത്ത, സ്വന്തമായി ഭൂമിയുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം എത്ര രൂപയാണെന്നും കൂടി പ്രശാന്ത് പറയോ? ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതിയെ പേര് മാറ്റി പ്രധാനമന്ത്രി ആവാസ് യോജന ആക്കിയത്. അത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പഠിക്കാതെ പറയരുത്. അല്ലല്ല, കുഴപ്പമില്ല, നിങ്ങള് പഠിക്കാതെ പറയരുത്. നിങ്ങള് പഠിക്കണം. 60 വർഷം
60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചു. വാളയാർ ഡാമും മലമ്പുഴ ഡാമും ഒക്കെ കെട്ടിയത് 60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചത് 60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചു. കൊടുക്കുന്നതെന്ന് അല്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് അറബിക്കടലിലുള്ളത്. Yes. നിങ്ങൾ അതുകൊണ്ടാണ് അറബിക്കടലിലുള്ളത്. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ചതിനേക്കാൾ 10 വർഷം കൊണ്ട് കൊടുത്ത കണക്കാണ് പറയുന്നത്. നിങ്ങൾ 60 വർഷം ഭരിച്ച് ഇതിനേക്കാൾ കൂടുതൽ കണക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജനസഭയിൽ അവതരിപ്പിച്ചോളൂ. കേൾക്കാം. കഴിഞ്ഞ 10 വർഷത്തിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം മാത്രം 3.5 കോടി ആളുകൾക്ക് വീട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 12 കോടി 10 ലക്ഷം വീടുകളിലേക്ക് കുടിവെള്ളം എത്തിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം. ഈ 60 വർഷം സാധിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 10 കോടി ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ നൽകി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 11 കോടിയിലധികം ആളുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി കിസാൻ സമ്മാൻ നിധി മാസം 6000 രൂപ. ഇതേ ഇവരുടെ രതീഷിന്റെ കുടുംബക്കാരൻ ചിലപ്പോൾ വാങ്ങുന്നുണ്ടാവും. അത് വാങ്ങിയിട്ട് തന്നെ മോദിയെ തെറി വിളിക്കുന്നുണ്ടാവും.